നമസ്കാരം. കേരള മുഖ്യമന്ത്രി മിസ്റ്റർ PV ഒരു മനോരോഗിയാണ്. അദ്ദേഹം ചില ദിവസങ്ങൾ ചില മരുന്നുകൾ കഴിക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ദയവായി കൂടെയുള്ളവർ, കൂടെ സഞ്ചരിക്കുന്ന കുറേ മന്ത്രിമാരുണ്ടല്ലോ, അവരെങ്കിലും ഈ വിട്ടുപോകുന്ന മരുന്നുകൾ കൊടുക്കാൻ അവരും കൂടെ ഒരു മറക്കാതെ നോക്കണം. കാരണം അദ്ദേഹം വളരെ വലിയ സാഡിസ്റ്റായി മാറിയിരിക്കുന്നു, മനോരോഗിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ, ആരാൻ്റെ മക്കളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് കാണുമ്പോൾ ആഹ്ലാദിക്കുന്ന ഒരു സാഡിസ്റ്റായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനോരോഗിയായിരിക്കുന്നു. ആ മനോരോഗി മറ്റുള്ളവർക്ക് മനോരോഗമുണ്ട്, അയാൾക്ക് സമനില തെറ്റിയിരിക്കുന്നു, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ ഇങ്ങനെ മറ്റുള്ളവർക്ക് മനോരോഗമുണ്ടെന്നും അവർക്ക് ഈ മനോനില തെറ്റിയിരിക്കുകയാണെന്നും ആവർത്തിച്ചു പറയുന്നവൻ സ്വാഭാവികമായിട്ടും ഒരു മനോരോഗി തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാൻ ഈ കൂടെയുള്ള മന്ത്രിമാർ മറക്കരുത്. മാത്രമല്ല, ഈ മിസ്റ്റർ PV എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി ഒരു പേടിത്തൊണ്ടനാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ, ഇത്രയും പേടിത്തൊണ്ടനായ ഭീരുവായ ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. ഇത്രയും പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രയധികം മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമാണ്. അതിന് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ കുറ്റപ്പെടുത്തുന്നവർ ഉണ്ടായിരിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിന്, അതും പ്രതിപക്ഷ നേതാവിന്, ഇത്രയധികം ആക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ആലോചിച്ച് നോക്കുക, വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വലിയ കൊലകൊമ്പന്മാരായ പല മുഖ്യമന്ത്രിമാരും, പ്രത്യേകിച്ച് K കരുണാകരനൊക്കെ ഇവിടെ ഭരിച്ചിരുന്നപ്പോഴൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണം പ്രതിപക്ഷത്തിൽ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ ഇവർ പറയും അത് പ്രതിപക്ഷത്തിന്റെ മര്യാദയാണെന്ന് പറയും. ഇവിടെ VD സതീശന് മര്യാദയില്ല എന്ന് പറയും. പക്ഷേ അതല്ല കാര്യം. ജനങ്ങൾ കാണുകയാണ്, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. VD സതീശന് മനോനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി ഇതിനകം പറഞ്ഞത് 8ഓ 10ഓ തവണയാണ് പല സ്ഥലത്ത്. അത് അദ്ദേഹം പറഞ്ഞതോ പോലീസുകാരുടെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട്, അതായത് മധ്യസ്ഥതയിലല്ല, മധ്യത്ത് നിന്നുകൊണ്ട്, ആയിരക്കണക്കിന് പോലീസുകാരുടെ മധ്യത്തിൽ, വലയത്തിൽ നിന്നുകൊണ്ടാണ് ഈ മനോനില തെറ്റി, അയാൾക്ക് മനോനില തെറ്റി, VD സതീശന് മനോനില തെറ്റി എന്ന് പറഞ്ഞത് എന്നാണ് VD സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത വെറും പേടിത്തൊണ്ടനായിരിക്കുന്നു കേരള മുഖ്യമന്ത്രി എന്നും VD സതീശൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനം തന്നെയാണ്. ഒന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു സാഡിസ്റ്റാണ്, 2 പറഞ്ഞത് ഒരു മനോരോഗിയാണ്, 3ാമത് പറഞ്ഞത് ഇദ്ദേഹം ഒരു പേടിത്തൊണ്ടനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ 3 കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശൻ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവനും, മുഖ്യമന്ത്രി മിസ്റ്റർ PVയുടെ പ്രവൃത്തികൾ മുഴുവനും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഈ അക്രമങ്ങളെ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന ഒരു മുഖ്യമന്ത്രി, ഈ പ്രതിഷേധക്കാരെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ, മുട്ടിന് അടിക്കുമ്പോൾ, മുട്ടിന് താഴെയുള്ള കണങ്കാല് വലിയ ലാത്തി കൊണ്ട് അടിക്കുമ്പോൾ, തലയിൽ ലാത്തി കൊണ്ട് അടിച്ച് തല പൊട്ടിക്കുമ്പോൾ, അതെല്ലാം കണ്ടുകൊണ്ട് ന്യായീകരിക്കാൻ തോന്നുന്നത് ഒരു സാഡിസ്റ്റിന് മാത്രമേ കഴിയൂ എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് VD സതീശൻ ഇദ്ദേഹം ഒരു സാഡിസ്റ്റ് ആണ് എന്ന് വിളിച്ചതിൽ തെറ്റില്ല തോന്നുന്നു. പിന്നെ ഈ മനോനില തെറ്റി എന്ന് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം മനോനില തെറ്റിയവർക്ക് മാത്രമേ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ കഴിയൂ. അതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ 2ാമത്തെ കാര്യവും അത് തന്നെയാണ്. പിന്നെ പേടിത്തൊണ്ടൻ എന്ന് പറയുന്നത് സത്യമാണ്. കാരണം പേടിത്തൊണ്ടൻ അല്ലെങ്കിൽ ധൈര്യമായ ഒരാളുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ് ഗവർണർ, ഈ നിങ്ങൾ പറഞ്ഞുവിട്ട എന്ന് പറയുന്ന ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞുവിട്ട SFIക്കാരാണ് എനിക്കെതിരെ അക്രമം നടത്തിയത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഈ കുട്ടികൾ അക്രമവാസനയോടുകൂടി കാറ് വളഞ്ഞപ്പോൾ ചാടി ഇറങ്ങാൻ കഴിഞ്ഞ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യം താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ? ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തൻ്റെ ഗൺമാനെ കൊണ്ടൊക്കെ തല അടിച്ചു പൊട്ടിക്കുമ്പോൾ എന്തുകൊണ്ട് മര്യാദയ്ക്ക് നിൽക്കണടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിൽക്കാൻ ധൈര്യം കാണിക്കും?
കാണിക്കുന്നില്ല. അപ്പോൾ താങ്കൾ ഒരു പേടിത്തൊണ്ടൻ തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് രാത്രി കിടന്നുറങ്ങാറില്ല എന്നാണ് പലപ്പോഴും അടുത്തുള്ളവർ നമ്മളോട് സ്വകാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് വിദേശ രാജ്യത്ത് പോയാലും പിന്നെ അതുപോലെ ഗസ്റ്റ് ഹൗസിൽ കിടന്നാലും അതല്ലെങ്കിൽ വേറെ എവിടെ കിടന്നാലും ഒറ്റയ്ക്ക് കിടന്നുറങ്ങില്ല. കൂടെ ഒരാളിനെ കൂടെ കിടത്തി ആ കിടക്കുന്ന ആളിനെ തന്നെ വളരെ വിശ്വാസമുള്ള ഒരാളിനെ മാത്രമേ കൂടെ കിടത്തൂ. അത്രയ്ക്ക് പേടിത്തൊണ്ടനാണ് ഈ മുഖ്യമന്ത്രി എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വി.ഡി. സതീശന്റെ പ്രതികരണത്തിന് ജനങ്ങൾ പിന്നെ ഒരു എതിർപ്പും പറയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.